അറിയാനുള്ള അവകാശം, ചോദ്യം ചോദിക്കാനുള്ള അവകാശം, ഇതെല്ലാം ഭരണഘടന ഏത് പൗരനും നൽകുന്നതാണ്. അത്തരം ചില ചോദ്യങ്ങളാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചപ്പോൾ സാമൂഹ്യ ശാസ്ത്രജ്ഞരായ പ്രഗത്ഭരായ ചില വ്യക്തികൾ ചില ചോദ്യങ്ങൾ, ചില സംശയങ്ങൾ ഉയർത്തിയത്. ആ സംശയങ്ങളെ തള്ളിക്കളയുക മാത്രമല്ല, അവർ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ ഉയർത്തുന്നത് എന്നാണ് തദ്ദേശ മന്ത്രി എം പി രാജേഷ് പരസ്യമായി പ്രതികരിച്ചത്. എന്നു മുതലാണ് ഇടതുപക്ഷ മന്ത്രിമാർ ചോദ്യങ്ങളെ ഭയപ്പെടാൻ തുടങ്ങിയത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചത് നിസ്സാരക്കാരല്ല. പ്രശസ്തനായ RVG മേനോൻ, ഡോക്ടർ MA ഉമ്മൻ, ഡോക്ടർ V രാമൻകുട്ടി, പ്രൊഫസർ KP കണ്ണൻ, ഈ പ്രഗത്ഭരാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നത്. CDSന്റെ മുൻ ഡയറക്ടറാണ് പ്രൊഫസർ KP കണ്ണൻ. ഡോക്ടർ V രാമൻകുട്ടി നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന C അച്യുതമേനോൻ്റെ മകനാണ്. RVG മേനോൻ ഏത് കാലത്തും ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. അങ്ങനെയുള്ള പ്രഗത്ഭർ ചില സംശയങ്ങൾ ഉന്നയിച്ചാൽ ആ സംശയങ്ങൾക്ക് മറുപടി പറയുകയും എന്തെങ്കിലും അപാകത സർക്കാരിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയുമല്ലേ വേണ്ടത്? പകരം അവരെ അധിക്ഷേപിക്കാനും അവർക്കുള്ള അർഹത ചോദ്യം ചെയ്യാനും ശ്രമിക്കുകയാണോ ഒരു മന്ത്രി ചെയ്യേണ്ടത്? അവർ പറയുന്നത് 2002 മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി പ്രഖ്യാപിച്ച അഗതികളെ കണ്ടെത്താനുള്ള ഒരു സർവേ, ആ സർവേ ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആ സർവേയിൽ തന്നെ 1.5 ലക്ഷത്തോളം അഗതികളെ കണ്ടെത്തിയിട്ടുണ്ട്. 2007 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ആ സർവേക്കും അഗതികളെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 1.5 ലക്ഷം പേർ എവിടെ പോയി എന്ന ഒരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഉന്നയിക്കുന്നത് അന്ത്യോദയ അന്ന യോജന AAY മഞ്ഞ കാർഡ്, ആ പദ്ധതിയിൽ 6 ലക്ഷം പേർക്കാണ് സൗജന്യ റേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ 6 ലക്ഷം പേർ എവിടെ പോയി? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിയമസഭയിൽ CPM MLA ആയ മമ്മിക്കുട്ടി ചോദിച്ച ചോദ്യത്തിന് മന്ത്രി GR അനിൽ നൽകിയ മറുപടിയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 5,91,194 ആളുകൾ ഉണ്ടെന്നും അവർക്ക് മഞ്ഞ കാർഡിലൂടെ റേഷൻ നൽകുന്നുണ്ട് എന്നുമാണ് മറുപടി നൽകിയത്. അപ്പോൾ ആ കണക്കുകൾ എവിടെ പോയി? ഇപ്പോൾ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുമ്പോൾ 64,000 അതിദരിദ്രരെ കണ്ടെത്തി അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 1.5 ലക്ഷം ആശ്രയ കുടുംബങ്ങളും 6 ലക്ഷം മഞ്ഞ കാർഡുകാരും അവർക്ക് ഇനി കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരുന്ന സബ്സിഡി ലഭിക്കുമോ? അപ്പോൾ ആധികാരികമായ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്തരം സെൻസിറ്റീവായ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ആകും എന്നാണ് ഈ പ്രഗത്ഭരായ വ്യക്തികൾ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് അതിദരിദ്രരെ എങ്ങനെ കണ്ടെത്തി? എന്തായിരുന്നു മാനദണ്ഡം? ഏതാണ് ആ റിപ്പോർട്ട്? ആസൂത്രണ ബോർഡിനും സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനും ഇതിനെക്കുറിച്ച് അറിയാമോ? അപ്പോൾ അതിദരിദ്രരെ
ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ദാരിദ്ര്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ആളുകൾ ദരിദ്രരായി ജനിക്കുകയും ദരിദ്രരായി മരിക്കുകയും ചെയ്യുന്നില്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിപ്പെടുന്ന മനുഷ്യരുണ്ട്. ഉദാഹരണത്തിന് വയനാട്ടിലുണ്ടായ ദുരന്തം. ആ പ്രകൃതി ദുരന്തത്തോടെ നൂറുകണക്കിന് ആളുകൾ മരിക്കുക മാത്രമല്ല, ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഒന്നുമില്ലാത്തവരായി ദരിദ്രരായി മാറുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് എത്രയോ സമ്പന്നരും മറ്റും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയി. വ്യവസായികളും വ്യാപാരികളും ഉൾപ്പെടെ പലരും തങ്ങളുടെ വരുമാന മാർഗങ്ങൾ തകർന്ന് അവർ ദരിദ്രരായി മാറിയ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തിക്ക് മാരകമായ ഒരു രോഗമോ ഒരു അപകടമോ ഉണ്ടായാൽ ആ വീട്ടിൻ്റെ വരുമാനം നിലയ്ക്കുകയാണ്. അതോടെ ആ വീട് ദാരിദ്ര്യത്തിൽ അകപ്പെടുകയാണ്. അപ്പം ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്നേക്കുമായി തുടച്ചു മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. ഈ ഒരു മുന്നറിയിപ്പാണ് പ്രഗത്ഭരായ ഈ വ്യക്തികൾ നൽകുന്നത്. അത് പരിശോധിക്കാനും തിരുത്താനുമാണ് സർക്കാർ